ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വന്നൊരു കമൻ്റാണ്, ഈ കുട്ടി ഇത് ക്യാരിങ് ആയി ഏകദേശം ഒരു ഫസ്റ്റ് 1-2 മാസം ആകുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര വയലൻ്റ് ആവുക, ഭയങ്കര എന്താ പറയുക, ഇപ്പം കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെയാണല്ലോ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെ ഇത് പോസ്റ്റ്മോർട്ടം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണോ? എന്താ സാറേ ആ ഒരു അവസ്ഥ? വല്ലാത്തൊരു. തീർച്ചയായിട്ടും ഇതിപ്പോ ക്യാരിങ് ടൈമിൽ വരാം. ചില ആൾക്കാർക്കാണ് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഡിപ്രസീവ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ വരാം. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് വരാം, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരാം. പല കണ്ടീഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറിയോട് അനുബന്ധിച്ച് വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതല്ലാതെയും വരാം, റെക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ ആയിട്ട് വരാം. ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ഒരു എപ്പിസോഡ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോംപ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് വീണ്ടും അത് റിലാപ്സ് എന്ന് പറയും, വീണ്ടും അത് തലപൊക്കി വരും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മരുന്നെടുത്ത് കഴിക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. ബെറ്റർ ആയി കഴിഞ്ഞാൽ നമ്മളിത് ശരിയെന്ന് തോന്നുമ്പോൾ അതങ്ങ് നിർത്തിക്കളയും. ഇതിൽ കുറച്ച് പങ്ക് വീട്ടുകാർക്കും ഉണ്ട്. ബിക്കോസ് നിങ്ങളിപ്പോൾ സിംറ്റംസ് ഒക്കെ കഴിഞ്ഞൊരു ഡോക്ടറെ കാണിച്ചു, നിങ്ങൾ വീട്ടുകാരും അറിയുന്നുണ്ട്, കാണിച്ച് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കമന്റ്. അപ്പോൾ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും നിങ്ങൾ വീട്ടുകാർക്കും തന്നെ അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ അവർ വല്ലാതെ നിങ്ങളെ ഫോഴ്സ് ചെയ്യാനൊന്നും പിടിക്കില്ല. അപ്പൊ ശരിക്കും ആരെങ്കിലും കൂട്ടുകാരെ ആരെങ്കിലും പിടിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് പിടിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചാൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കണ്ട പേഷ്യന്റ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പ്രാപ്തമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അടുപ്പിച്ചടുപ്പിച്ച് എപ്പിസോഡുകൾ വരികയും പിന്നെ ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന അവസ്ഥയും വരും. അപ്പോൾ കൂടുതൽ തീവ്രതയിലേക്കാണ് പോകുന്നത്. അതില്ലാതിരിക്കണമെങ്കിൽ ആ മെഡിസിൻ കറക്റ്റായിട്ട് കഴിച്ചിട്ട് അത് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പിന്നീട് ഒരു എപ്പിസോഡ് വരുന്നതിന് തടയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും റിലാപ്സ് വന്നിട്ട് വീണ്ടും വരികയും മാത്രമല്ല, ചില മരുന്നുകൾ മുമ്പ് കഴിച്ചിരുന്ന മരുന്നുകൾ മതിയാവാതെ വരികയും അതിൻ്റെ മേലേക്കുള്ള ഡോസിലേക്കൊക്കെ പോകേണ്ടി വരികയും അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നഷ്ടങ്ങളേ ഉണ്ടാവുന്നുള്ളൂ. ഡിസീസ് മാറാനും പ്രയാസം, നമ്മൾ കൈവിട്ടു പോകാൻ പ്രയാസം, ജീവിതകാലം ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ, മാത്രമല്ല മരുന്നിൻ്റെ ഡോസേജും ഇതൊക്കെ കൂടുന്നൊരവസ്ഥ. അതില്ലാതിരിക്കാൻ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു മെഡിക്കൽ അഡ്വൈസ് തേടി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതന്നെ നല്ലത്. അപ്പോൾ ഒരിക്കലും പേഷ്യൻറ്റിന് ഇൻസൈറ്റ് പൂർണ്ണമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ എവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാനും നിർത്താനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാണ് ഇതിനൊരു മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ട്രീറ്റ്മെന്റ് ഈ അസുഖത്തിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക, അത് കൗൺസിലേഴ്സ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ വീട്ടുകാർക്കും പറഞ്ഞു കൊടുക്കും അതിന് നെസസിറ്റി മരുന്ന് കഴിക്കേണ്ടതൊക്കെ. അപ്പോൾ അത് കുറച്ച് ഭേദമായി കഴിഞ്ഞാൽ അഞ്ഞിപ്പോൾ ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം അങ്ങോട്ട് മുദ്രകുത്തി ഇനി അങ്ങനെ ഒരിക്കലും വരില്ല ഉറപ്പ് എന്നൊക്കെ പറയാം. എല്ലാവർക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ അടിതെറ്റിയാൽ ആനയെ വഴി എന്ന് പറഞ്ഞ മാതിരി നമ്മളൊരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇത്ര ഇൻസിഡൻസ് ധാരാളം കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ മെഡിസിൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ ലാസ്റ്റിലേക്ക് കൊണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും സഹായത്തോട് കൂടിയിട്ട് ഡോക്ടറെ തന്നെ എത്തിച്ചാൽ ഈ വീണ്ടും വീണ്ടും വരുന്ന പ്രവണത നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. സാർ, ഇത് പല തരത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണോ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ദ്രോഹിക്കുക? അതാ പറഞ്ഞത്, സൈക്കോസിന്റെ കണ്ടീഷനുണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുണ്ട്. സൈക്കോസിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ എന്റെ കുട്ടിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ തരത്തില് മോശമായിട്ട് പെരുമാറുക. എന്നാൽ ചില കണ്ടീഷൻസിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചിട്ട് കുട്ടീനെ ഭയങ്കര സ്നേഹിച്ചിട്ട് കുട്ടീനെ ഞെക്കലും ഹഗ് ചെയ്യലും ഇതൊക്കെ ഈ കുട്ടിക്ക് ഹഗ്ഗിങ് ഒന്നും നേരിടാനുള്ള കപ്പാസിറ്റി ആകെ ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന കുട്ടീനെ ഹഗ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അവന് ശ്വാസം കിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ സഫക്കേഷനിൽ മരിക്കും. സത്യത്തിൽ നിങ്ങൾ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുക ചെയ്യുന്നത്, സ്നേഹം ഇല്ലായ്മയല്ല, അങ്ങോട്ട് മരിക്കുന്നവരുണ്ട്. വേറെ ചിലത് എൻ്റെ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പേരിൽ പറഞ്ഞിട്ട് ഉപദ്രവിക്കലും, അപ്പോൾ ഒരു സെന്റിമെന്റൽ ഫീലിങ്സ് ഒന്നും വരാതിരിക്കുകയും പിന്നെ റിയാലിറ്റിയിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ സങ്കടങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ശ്രമിക്കണം. ധാരാളം വരുന്ന ഒരു മാനസിക രോഗങ്ങളിൽപ്പെട്ട ഒരു കേസുകളാണ് ഇതൊക്കെ. ഒട്ടുമിക്ക ഒരുപാട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ അമ്മ അച്ഛൻ അല്ലെ അങ്ങനെ ചില കൂടുതൽ അടുത്തിടപഴകുന്നവർക്കാണ്. അപ്പം ചിലരത് വളരെ സില്ലിയായിട്ട് നിസ്സാരമായിട്ട് കാണുന്നവരുണ്ട്. അപ്പം അങ്ങനെ അല്ലാത്തൊരു അവസ്ഥയാണത്. ശരിക്കും അവർക്കത്
പറയാനും പറ്റില്ല, എന്നാൽ പിന്നെ അത് അപ്പം അത് നമുക്കൊട്ട് മനസ്സിലാവുകയില്ല. അപ്പം അത് ആ ഒരു സമയത്ത് സാറ് പറഞ്ഞത് മാതിരി ഒന്നുകൂടെ അവരെ കരുതണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാതെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ മറുപടിക്കും കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. മാക്സിമം നമ്മൾ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുന്നുണ്ട്, സാർ അതിനുള്ള മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളതിന് ഡോക്ടർ അതിനുള്ള മറുപടിയായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം, നന്മകൾ മാത്രം നേർന്നുകൊണ്ട് സോ ബൈ, ടേക്ക് കെയർ.